പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ രക്തം സ്വാഭാവികമായി കട്ടിയാകുന്ന, സാന്ദ്രത കൂടുന്ന ഒരു സമയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. രാവിലെ 6 മണി മുതൽ 9 മണി വരെ നമ്മുടെ ശരീരത്തിലെ രക്തത്തിന് അല്പം കട്ടി കൂടുന്നുണ്ട്. അതിൻ്റെ കാരണമൊന്ന് സൂചിപ്പിച്ചു. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. അഡ്രിനൽ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന അഡ്രിനാലിൻ ഹോർമോൺ, അതേപോലെ കോർട്ടിസോൾ എന്ന ഹോർമോൺ, ഈ 2 ഹോർമോണുകളും ആവശ്യമുള്ളതാണ്. കിടന്നുറങ്ങി വിശ്രമിച്ചിരുന്ന, റിപ്പയറിംഗ് മോഡിൽ കേടുതീർത്തുകൊണ്ടിരുന്ന ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിൽ നിന്നും വേസ്റ്റ് മെറ്റീരിയൽ കളക്ട് ചെയ്ത് മലമാക്കി മാറ്റി, ഡെഡ് സെല്ലുകൾ, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, കുടിച്ച വെള്ളത്തെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാലുള്ള മലിനീകൃത ജലം, ഇങ്ങനെയുള്ളതിനെല്ലാം മൂത്രമായിട്ടും മലമായിട്ടും കളയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വളരെ നോർമലായിട്ട് മറ്റ് ജോലികളെല്ലാം നിർത്തിവെച്ച് ഈ ജോലികൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു ശരീരത്തിന് എഴുന്നേൽപ്പിച്ച് മറ്റു ജോലികളിലേക്ക് വ്യാപൃതമാക്കാൻ വളരെ കൂടുതലായി കോർട്ടിസോളും അഡ്രിനാലിനും ശരീരം പുറപ്പെടുവിക്കുന്നുണ്ട്. ഇത് രണ്ടും രക്തം നേർപ്പിക്കുന്ന, കട്ടയാകാതെ നോക്കുന്ന പ്രവർത്തനത്തെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ അതും രാവിലെ 6 മണി മുതൽ 9 മണി വരെ നമ്മുടെ രക്തത്തിൻ്റെ സാന്ദ്രത കൂട്ടുന്നതിന് ഇടയാക്കുന്നൊരു കാരണമാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് രാവിലെയുള്ള നിങ്ങളുടെ സമയത്തെ വളരെ സൂക്ഷ്മതയോടെ, ഇപ്പോൾ ആരോഗ്യത്തിൽ, ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് രാവിലെ 6 മണി തുടങ്ങി 9 മണി വരെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അല്പം വിശദമായി തന്നെ ഇത് പറയുന്നതിന് ഒരു കാരണമുണ്ട്. ഇത് ഒരു ടൈം പാസ്സായിട്ട് കേട്ടുപോകാനുള്ള ഒരു ചാനൽ പരിപാടി അല്ല. നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. അപ്പം അതുകൊണ്ട് മറ്റൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ വിശദമായി തന്നെ നിങ്ങളിത് അറിയണം. നിങ്ങൾ മാത്രം മനസ്സിലാക്കി രക്ഷപ്പെട്ടാൽ പോരാ. എൻ്റെ ലക്ഷ്യം രോഗങ്ങളില്ലാതെ മനുഷ്യർ സന്തോഷത്തോടെ, ആനന്ദത്തോടെ ജീവിക്കുന്നൊരു സമൂഹമാണ്. അതിൽ നിങ്ങളും പങ്കുകാരാവണം. നിങ്ങളും അതിൻ്റെ പ്രവർത്തകരാകണം, പ്രചാരകരാകണം. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പലരും ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞു. ഇതേവരെ ഇല്ലാത്ത പ്രതികരണങ്ങളാണ് രക്തം കട്ടയാകുന്ന ഈ പ്രഭാഷണത്തെക്കുറിച്ച് പറഞ്ഞത്. ചിലർക്ക് അത്ഭുതമായിരുന്നു, ചിലർക്ക് അവിശ്വസനീയതയായിരുന്നു. സാറേ, ഇത്രയും കാലം ഒരു ഡോക്ടറും ഞങ്ങളോട് ഇത് പറഞ്ഞു തന്നില്ല. മറ്റു ചിലർ വിശ്വസിച്ചില്ല. അവർ നെറ്റിലെല്ലാം കയറി നോക്കിയപ്പോൾ കാര്യം ശരിയാണ്. വേറെ ചിലരുണ്ട്, ഞാൻ പറയാത്ത ഭാഗങ്ങളിലേക്ക് കയറി റിസർച്ച് ചെയ്യുന്നു. വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമുക്ക് വിശ്വാസികളെ വേണ്ട, അന്ധമായി പിന്തുടരുന്നവർ വേണ്ട. വിവേകത്തോടെ, വിവേചന ബുദ്ധിയോടെ താരതമ്യം ചെയ്യുകയും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്ത് അനുഭവിച്ച് നോക്കുകയും അങ്ങനെ ഇത് ശരിയാണെന്ന് കണ്ട് മുന്നോട്ട് വരുന്നവരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന കോർട്ടിസോളും അഡ്രിനാലിനും, ഈ ഹോർമോണുകൾ രാവിലെ നമ്മുടെ രക്തത്തിലേക്ക് അഡ്രിനൽ ഗ്രന്ഥി പുറപ്പെടുവിക്കുമ്പോൾ രക്തക്കുഴലുകളെ ഒന്ന് കട്ടയാക്കുന്ന, ഒന്ന് ബലവത്താക്കി, കാരണം വളരെ ലളിതമായി സാവധാനം പമ്പിയെടുത്ത് നിന്ന് കൂടുതൽ ശക്തിയായി പമ്പ് ചെയ്യേണ്ടി വരുമ്പോൾ രക്തക്കുഴലുകൾക്ക് അല്പം ബലം വേണം. അപ്പോൾ ആ ബലം കൊടുക്കുന്നൊരു സമയമാണ്. അപ്പോൾ രക്തക്കുഴലുകളൊന്ന് ചുരുങ്ങും. വാസോ കൺസ്ട്രിക്ഷൻ എന്നാണ് ഇതിനെ മെഡിക്കലി പറയുന്നത്, വാസോ കൺസ്ട്രിക്ഷൻ. അപ്പോൾ ഈ സമയം
രക്തത്തിൻ്റെ പ്രവാഹത്തിന് കൂടുതൽ പമ്പ് ചെയ്യേണ്ടതായിട്ട് വരും. രക്തക്കുഴലുകളൊന്ന് ചുരുങ്ങുന്നത് കൊണ്ട് രക്തം പമ്പ് ചെയ്യാൻ കൂടുതൽ പമ്പിങ് ഹൃദയം നടത്തേണ്ടതായി വരും. അങ്ങനെ വരുമ്പോൾ ചെറിയ കുഴലിലൂടെ കൂടുതൽ വെള്ളം അല്ലെങ്കിൽ അല്പം കൊഴുത്ത് തുടങ്ങിയ വെള്ളം പമ്പ് ചെയ്യാനായിട്ട് പ്രഷർ കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് പ്രഷർ അല്പം കൂടും. അപ്പോൾ ആ സമയത്തെ പ്രഷർ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ്. പ്രഷർ നോക്കേണ്ടത് രാവിലത്തെ പ്രഷറാണ്. 9 മണി കഴിഞ്ഞ് നിങ്ങൾ പോയി പ്രഷർ നോക്കിയാൽ നിങ്ങൾക്ക് ശരിയായ നില കിട്ടണമെന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രഷർ നോക്കുക. ആ പ്രഷറിനനുസരിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥയെ തിരിച്ചറിയേണ്ടത് എന്ന് ഞാൻ അടിവരയിട്ടൊന്ന് പറയട്ടെ. ഇപ്പോൾ ഹൃദയമിടിപ്പ് കൂടും, ചുരുങ്ങുന്ന രക്തക്കുഴലുകളും കൂടിയ ഹൃദയമിടിപ്പും ഉയർന്ന രക്തസമ്മർദ്ദവും, അങ്ങനെയെല്ലാം ജാഗ്രത വേണ്ട ഒരു സമയത്ത് നമ്മൾ കുടിക്കുന്നവ, നമ്മൾ കഴിക്കുന്നവ രക്തത്തിൻ്റെ കട്ടി കൂട്ടുന്നതാണെങ്കിലോ? ഈ ഒരു കാര്യം കൂടെ ഞാൻ ഇന്ന് പറയാം. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം പറയും. ബോറടി എന്ന് പറയരുത്. നിങ്ങൾ അല്പം ശ്രദ്ധയോടെ അല്പം സമയം കൊടുത്ത് ഇത് മനസ്സിലാക്കണം. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഒരു കാപ്പി കുടിക്കുക എന്നുള്ളത് പലരുടെയും ഒരു ശീലമാണ്. ബാഡ് കോഫി എന്ന് പറയും, ചിലർ ബെഡ് കോഫി എന്നും പറയും. ഇപ്പം രാവിലെ എഴുന്നേറ്റ വഴി ഒരു കാപ്പി കുടിച്ചാൽ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ 8 മണിക്ക് 8:30 ഒരു കാപ്പി കുടിച്ചാൽ എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത്? വലിയ ശാസ്ത്രം പറയുന്ന ആളുകൾ പോലും ഈ കുടിക്കുന്ന കാപ്പി നമ്മുടെ നാവിൽ ചെന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ആമാശയത്തിലെത്തി അവിടെ നിന്ന് ചെറുകുടലിലേക്ക് പോയി അവിടെ നിന്ന് രക്തത്തിലേക്ക് കടന്ന് ഏതെല്ലാം മാറ്റങ്ങളിലൂടെയാണത് കടന്നു പോകുന്നത്, ശരീരം ഏതെല്ലാം എൻസൈമുകൾ അതിനുവേണ്ടി പുറപ്പെടുവിക്കണം, രക്തത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കരളിലേക്ക് എത്തുന്നത്, കരൾ അതിനെ എന്താണ് ചെയ്യുന്നത്, അവിടെ നിന്ന് കോശങ്ങളിലെ കോശങ്ങളിലേക്ക് എത്തിയാൽ, തലച്ചോറിലേക്ക് എത്തിയാൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഫലമായിട്ട് ഈ കാപ്പിക്കെതിരെ, കാപ്പിയുടെ അവിഹിത സ്വാധീനങ്ങൾക്കെതിരെ നമ്മുടെ തലച്ചോറ്, നമ്മുടെ കോശങ്ങൾ, നമ്മുടെ അവയവങ്ങൾ നടത്തേണ്ടതായി വരുന്നതെന്ന് ഒന്നും ചിന്തിക്കാതെയാണ് ഞങ്ങളുമായി ഗുസ്തിക്ക് വരുന്നവർ പോലും കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്, കോള കുടിച്ചുകൊണ്ടിരിക്കുന്നത്, കോളക്കൂടം, കൊക്കരക്കോള, പെപ്സിക്കൊള്ള, ഇതൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് പോയി ഉള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയാതെയാണ്, പഠിക്കാതെയാണ്, ശാസ്ത്രബോധം ഒട്ടുമില്ലാതെയാണ് ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാപ്പി നിങ്ങൾ കുടിച്ചാൽ എന്താണ് നിങ്ങളുടെ രക്തത്തിന് സംഭവിക്കുന്നത്? അത്രേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം കാപ്പിയെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. രക്തക്കുഴലുകളെ ചുരുക്കുന്ന, വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനമാണ് കാപ്പിയിലെ കഫീൻ ചെയ്യുന്നൊരു ദ്രോഹം. അത് സ്ഥിരമായി ചുരുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. സ്ഥിരമായിട്ട് ഒരു കുഴപ്പമുണ്ടാക്കുന്ന സാധനമല്ല കാപ്പി. ശരീരം അത് നിർവീര്യമാക്കി കഴിഞ്ഞാൽ ആ അവസ്ഥയിൽ നിന്ന് രക്തക്കുഴലുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. പക്ഷെ ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് കൂടെ നിർണായകമാണ്. സ്വാഭാവികമായി തന്നെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്ന കോർട്ടിസോളും അഡ്രിനാലിനും കൂടെ വരുന്ന സമയത്താണ് കഫീൻ കൂടെ നമ്മൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് രക്തത്തിൻ്റെ സാന്ദ്രത ഒന്നുകൂടെ കൂട്ടുന്നത്. ബുദ്ധിയാണല്ലോ, വിവേകമാണല്ലോ, ശാസ്ത്രീയമാണല്ലോ. അഡനോസിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് എന്നാണ് കഫീനെ സയൻറ്റിഫിക്കായിട്ട് വിളിക്കുന്നത്. അഡനോസിൻ ഹോർമോണ് വാസോ ഡൈലേഷൻ ഉണ്ടാക്കുന്നതാണ്. എന്നുവെച്ചാൽ നമ്മുടെ രക്തക്കുഴലുകളെ ഒന്ന് വികസിപ്പിക്കുന്നതാണ്, നേർപ്പിക്കുന്നതാണ്. അതിനെതിരെ പ്രവർത്തിക്കുന്നതാണ്. ആ പ്രവർത്തനത്തെ തടയുന്ന ഗുണമാണ്, പ്രവർത്തനമാണ്, ഫലമാണ് കഫീൻ നടത്തുന്നത്.
നന്നാവില്ലേ? ഇതിൽ ഈ രക്തക്കൊഴലുകളെ ചുരുക്കുന്ന ഈ താൽക്കാലികമെങ്കിൽ താൽക്കാലികമായ ഈ ഫലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് തലച്ചോറിലാണ്. അപ്പോൾ കുറെ കൂടെ നന്നാകും. രണ്ടാമത്, നിങ്ങൾ കുടിക്കുന്ന കാപ്പി ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും, നിർജ്ജലീകരണം. എങ്ങനെയാണ് കാപ്പി നിർജ്ജലീകരണം ഉണ്ടാക്കുന്നത്? ഒന്നാമത്തെ, നിങ്ങൾ രാത്രി വറുത്തതും മൊരിച്ചതും കഴിച്ചിട്ടുണ്ടാകും. ഇടയ്ക്ക് മൂത്രമൊഴിക്കുന്നതിനെ ഭയന്ന്, ഉറക്കം പോകുന്നതിനെ ഭയന്ന് വെള്ളം കുറച്ചേ കുടിച്ചിട്ടുണ്ടാകുകയുള്ളൂ. ഉച്ഛ്വാസത്തിലൂടെ ഇങ്ങനെ ചെറിയൊരു അംശം ജലം നഷ്ടപ്പെടും, വിയർപ്പിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതലായി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിച്ചപ്പോൾ കൂടുതൽ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റിൻ്റെ അല്പം തകരാറുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം പോയിട്ടുണ്ട്, സോഡിയം പോയിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഉള്ളൊരു സമയത്താണ് നിങ്ങൾ രാവിലെ കാപ്പി കുടിക്കുന്നത്. ആ കാപ്പി ഒരു ഡൈയൂററ്റിക്കാണ്, മൂത്രത്തെ കുറെ കൂടെ വലിച്ചു കളയുന്നതാണ്, കൂടുതൽ വെള്ളവും സോഡിയവും കളയുന്നതാണ്. അപ്പോൾ രക്തത്തിലെ ജലാംശം ഇങ്ങനെ വലിച്ച് മൂത്രമാക്കി കളയുന്നത് കൊണ്ട് രക്തത്തിൻ്റെ കട്ടി അവിടെയും അങ്ങനെയും കൂടുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഈ കാപ്പി കുടിക്കുന്ന ആളുകൾ ചെവിക്കുന്നുള്ളണം. നിങ്ങൾ ഏത് സമയത്തും അറ്റാക്കിൽ വീഴാം, സ്ട്രോക്കിൽ വീഴാം. ആള് ചോദിക്കും, ഒരു കാപ്പിയൊക്കെ കുടിച്ചെന്ന് എഴുതി എന്നാ വരാനാ? ഈ ഒരു കാപ്പി പോലെ തന്നെയാണ് പലതരത്തിലുള്ള ക്ലോട്ടിംഗ് സാഹചര്യങ്ങളും നിങ്ങൾ അറിഞ്ഞും അറിയാതെയും നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. ഒരു വറുത്തത് കഴിച്ചു എന്ന് എഴുതി എന്നാ വരാനാ എന്ന് ചോദിക്കും. അതിൻ്റെ പുറത്ത് വേറെയും ക്ലോട്ടിങ് കൂട്ടുന്ന സാധനങ്ങൾ വേറെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെയുണ്ട്. നിങ്ങൾക്കിതൊന്നും കച്ചവട ഡോക്ടർമാർ പറഞ്ഞു തരില്ല. ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നുണ്ടെങ്കിൽ അത് ജീവൻ പണയം വെച്ചാണ് പറയുന്നത്. ജയിലിൽ കിടക്കാനും കേസിന് കോടതിയിൽ ഇറങ്ങി കിടക്കാനും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഭരണകൂടത്തിൽ നിന്നും സാമ്പത്തിക ശക്തികളിൽ നിന്നും കച്ചവട വൈദ്യത്തിൽ നിന്നും നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. അതുപോലെ തലക്ക് വെട്ട് അധികം പേർക്കൊന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയെടുത്ത് പഠിച്ചു നോക്കി ഉറപ്പുവരുത്തി ജീവിതത്തിലേക്ക് പകർത്തിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കൊള്ളാം. മൂന്നാമത്തെ ഒരു പ്രയാസം, അത് അഡ്രിനൽ ഗ്രന്ഥിയിലെ ഒരു ദുസ്വാധീനമാണ്. കാപ്പി അഡ്രിനൽ ഗ്രന്ഥിയിൽ ചെലുത്തുന്ന ദുസ്വാധീനമാണ്. അഡ്രിനൽ ഗ്രന്ഥി രാവിലെ അല്ലെങ്കിൽ തന്നെ സ്വാഭാവികമായി തന്നെ കോർട്ടിസോളും അഡ്രിനാലിനും പുറപ്പെടുവിച്ച് നമ്മളെ കൂടുതൽ പ്രവർത്തനത്തിലേക്ക് ഉഷാറാകുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പുറത്താണ് അതിനെ കുറച്ചുകൂടെ കൂട്ടുന്ന കാപ്പിയിലെ കഫീൻ്റെ ദുസ്വാധീനം വരുന്നത്. അതോടെ ഒരു കാപ്പി കുടിക്കുന്നതോടെ നിങ്ങളുടെ സിസ്റ്റോളിക് പ്രഷർ, നിങ്ങളുടെ BP-യിൽ സിസ്റ്റോളിക് ആയിട്ടുള്ളത് അത് 120/80 എന്ന് പറയുന്നതിൽ 120 എന്ന് പറയുന്നതാണ് സിസ്റ്റോളിക്, 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക്കാണ്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റോളിക് പ്രഷറിൽ 5 തുടങ്ങി 10 പോയിന്റ് വരെ ഈ ഒരു കാപ്പി കൂട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാപ്പി കുടിച്ചിട്ടാണ് രാവിലെ 6 മണിക്കും 9 മണിക്കും ഇടയിലുള്ള സമയത്ത് ഒരു കാപ്പി കൂടെ കുടിച്ചിട്ടാണ് BP അളക്കുന്നതെങ്കിൽ നിങ്ങൾ ബ്ലഡ് പ്രഷർ രോഗിയായി മുദ്ര കുത്തപ്പെടും. ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് താൽക്കാലിക BP കുറയ്ക്കാനുള്ള, BPയുടെ കാരണം കുറയ്ക്കാനുള്ള ഒരു ചികിത്സയും അവർ തരില്ല. ഈ മാതിരിയുള്ള കാരണങ്ങൾ കൊണ്ട് കൂടി നിൽക്കുന്ന BP-യിൽ ആ BP കുറയ്ക്കാനുള്ള കലാപരിപാടി മാത്രം ഡോക്ടർമാർ നിങ്ങൾക്ക് വിൽക്കും. അതിൻ്റെ കാരണം മാറ്റാൻ അവരൊരിക്കലും പറയില്ല. അത് ഞങ്ങളേ പറയുള്ളൂ. കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ കീശയിലെ കാശിലല്ല താല്പര്യം, നിങ്ങളുടെ ആരോഗ്യത്തിലും ആരോഗ്യ മനുഷ്യരുള്ള ഒരു രാഷ്ട്രത്തിലും അങ്ങനെയുള്ളൊരു ലോകത്തിലുമാണ് ഞങ്ങളുടെ താല്പര്യം. ഇതും താൽക്കാലികമായ ഒരവസ്ഥയാണ്. സ്ഥിരമായി ഒരു കാപ്പി കുടിച്ചാൽ ഇതെല്ലാം കൂടി നിൽക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ശാസ്ത്രവും പറയുന്നില്ല.
താൽക്കാലികമാണ്. പക്ഷേ നിങ്ങളെ പേടിപ്പിക്കാനും നിങ്ങളെ മരുന്നിൻ്റെ അടിമയാക്കാനും ഈ പല താൽക്കാലികങ്ങൾ ചേർന്ന് നിങ്ങളെ വീഴ്ത്താനും മതിയാകും. അതുകൊണ്ട് ജാഗ്രതയോടെ ജീവിക്കണം. ആകെ ഒരു ശരീരമുള്ളൂ, ആകെ ഒരു ജീവിതമുള്ളൂ. അതിനെ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഇട്ടുകൊടുത്ത് നശിപ്പിക്കരുത്. വിവേകപൂർവം ജീവിക്കണം. ഇനി മറ്റൊരു സാധനം, ഈ കാപ്പിയിൽ കഫീൻ എന്ന പാഷാണം മാത്രമല്ലല്ലോ ഉള്ളത്, പിന്നെ പഞ്ചസാരയുണ്ട്. 2 ടീസ്പൂണെങ്കിലും പഞ്ചസാര ഉണ്ടാകും. ഈ പഞ്ചസാര എന്താ ചെയ്യുക? നമ്മുടെ രക്തത്തിലെ ഇൻസുലിൻ്റെ സ്പൈക്ക് ഉണ്ടാക്കും. ഇൻസുലിൻ വളരെ പെട്ടെന്ന് കൂട്ടേണ്ടതായി വരും. അത് നിരന്തരമാകുമ്പോൾ, ദിവസേനയാകുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകളെ കട്ടയാക്കുന്ന, ബലപ്പെടുത്തും, കുറേ പ്ലാക്ക് കൂടെ പിടിപ്പിച്ച് അങ്ങ് ഉറപ്പിച്ചു തരും, ശക്തി ആർജിപ്പിച്ചു തരും. പക്ഷേ രക്തം ഒഴുകാനുള്ള വഴി കുറഞ്ഞത് അടയും. കാപ്പിയും പഞ്ചസാരയും, കഫീനും പഞ്ചസാരയും മാത്രമല്ല, നിങ്ങൾ വേറെ പല സാധനങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ടാകും. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം. അടുത്ത ഒരു അപകടം നിങ്ങൾ കുടിക്കുന്ന കാപ്പിയിലെ പാലും അല്ലെങ്കിൽ ചേർക്കുന്ന ക്രീമുകളുമാണ്. സാച്ചുറേറ്റഡ് ഫാറ്റ് നിങ്ങളുടെ LDL കൊളസ്ട്രോളിൽ, ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന LDL കൂട്ടും. LDL കൂട്ടിയാലും ഇതുപോലെ പ്ലാക്ക് പിടിക്കും. ആർട്ടറികളിലെല്ലാം, ധമനികളിലെല്ലാം പ്ലാക്ക് പിടിക്കും. 1.5 ലക്ഷം കൊണ്ട് പോയാൽ മതി, അവർ സ്റ്റെൻറ്റ് കയറ്റി വലുതാക്കി തരും. ഏച്ച് കെട്ടിയ ഹൃദയം കുറെ കൂടെ നന്നാവുകയല്ല, കുറെ കൂടെ മോശമാകുകയാണ് ചെയ്യുക. തൽക്കാലം രക്ഷപ്പെടാം. എന്തിനാണ്, എന്ത് കാര്യത്തിനാണ് ഒരാവശ്യവും ഇല്ലാതെ ശീലിച്ചത് കൊണ്ട് മാത്രം തുടരുന്ന ഈ അബദ്ധങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നത്? വിവേകത്തിലേക്ക് വരിക. ഇപ്പോൾ പലരും കമൻറ്റ് ബോക്സിൽ കയറി ചോദിച്ചിട്ടുണ്ട്, ഇതിനൊക്കെ പരിഹാരം എന്താ? രാവിലെ രക്തം കട്ടയാകുമ്പോൾ ഉണ്ടാകാനിടയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, രക്തം അങ്ങനെ കട്ടയാവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായി വരുന്നൊരു കാര്യമാണ്, അതങ്ങനെ നടക്കും. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് 1-2 ഗ്ലാസ് കുടിക്കുക. വേറൊരു സമയത്ത് നിങ്ങൾ അതുപോലെ വെള്ളം കുടിക്കണ്ട. അല്പാൽപമായി ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി. ജലാംശം നന്നായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. നമുക്ക് രാവിലെ കഞ്ഞി കുടിക്കാം. നമ്മുടെ കാർന്നുമാർ അങ്ങനെയാണ് ചെയ്തത്. ഭാരതീയരുടെ ആ ഭക്ഷണ രീതിയെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം. പലരും പറയുന്നത് നീട്ടി പറയേണ്ട, സമയമില്ല. പക്ഷേ അല്പം സമയമൊക്കെ ഇരുന്ന് കേൾക്കണം എന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കാനുള്ളതാണ്. ഏതായാലും രാവിലെ നിങ്ങൾ വെള്ളം കുടിക്കുക. പച്ചവെള്ളം കുടിക്കാൻ പ്രയാസമുള്ളവർക്ക് കരിക്കും വെള്ളം ആവാം, ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്തതാവാം. അസിഡിറ്റി മാറാനൊക്കെ വളരെ നല്ലതാണ്. ചെറുനാരങ്ങ അസിഡിറ്റി മാറ്റുന്ന സാധനമാണ്. നാരങ്ങ വെള്ളം, അല്പം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഒരിക്കലും പഞ്ചസാര ഉപയോഗിക്കരുത്. കുടുംബത്ത് കയറ്റാൻ കൊള്ളുന്ന സാധനമല്ല പഞ്ചസാര. അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി ജ്യൂസുകളാവാം. നിങ്ങൾക്ക് കുക്കുംബർ ജ്യൂസ് കുടിക്കാവോ? ഒന്നാം തരം, നിരവധി രോഗങ്ങളെ മാറ്റിത്തരും. വാഴപ്പിണ്ടി ജ്യൂസ്, കുമ്പളങ്ങ ജ്യൂസ്, അങ്ങനെയുള്ള ജ്യൂസുകൾ കുടിക്കുക. ഹൈഡ്രേറ്റ് ചെയ്യുക. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കിടക്കടുത്ത് മൊബൈലൊന്നും വെക്കരുത്, കയ്യെത്തുന്ന ദൂരത്തും. ആ മുറി തന്നെ ഇല്ലാതിരിക്കുക നല്ലത്. വയ്ക്കാവുന്നത് ഒരു കുപ്പി വെള്ളമാണ്. രാത്രി ഉണരുമ്പോഴെല്ലാം ഒരു കവിട് വെള്ളം. എഴുന്നേറ്റാൽ 2 ഗ്ലാസ് വെള്ളം. അല്പാൽപമായിട്ട് ഇരുന്ന് സാവധാനം കുടിക്കണം. എഴുന്നേറ്റ് ഇരുന്ന് ഒന്ന് പരിസരബോധമൊക്കെ വന്ന് ഈ വെള്ളം കുടിച്ച് ദേഹമൊക്കെ ഒന്ന് തടകി നോക്കി എല്ലാം ഓക്കെയാണ്, യന്ത്രം മെഷീനെല്ലാം ശരി തന്നെയാണ്. രാവിലെ തയ്യൽക്കാരൻ വന്ന് മെഷീനെല്ലാം ഒന്ന് തുടച്ച് എണ്ണയെല്ലാം ഇട്ട് ഒന്നുകൂടെ തുടച്ച് ഒരു മോശം തുണി കഷ്ണം എടുത്തൊന്ന് തയ്ച്ച് നോക്കി എന്നിട്ടാണ് നല്ല തുണിയിലേക്ക് വരിക എന്ന് പറഞ്ഞതുപോലെ ദിവസവും രാവിലെ ഒന്ന് പരിശോധിക്കണം.
ഈ ത്വക്കിനൊക്കെ എന്തെങ്കിലും കട്ടിപ്പോ അല്ലെങ്കിൽ റഫ്നെസ്സൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഭക്ഷണത്തിൽ അപാകതയുണ്ട്, ശരീരത്തിന് അപാകതയുണ്ട്, മലബന്ധം ഉണ്ടെങ്കിൽ അത് മാറണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതായാലും നാളെ നമുക്ക് വീണ്ടും അടുത്ത ഭാഗമായിട്ട് കാണാം. കഴിയുന്നത്ര സുഹൃത്തുക്കളിലേക്ക് നിങ്ങളത് പ്രചരിപ്പിക്കണം, എത്തിക്കണം. കാരണം ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ്.